എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന എത്ര പേരുണ്ടാവും? നിങ്ങളെല്ലാവരും തന്നെ പോകുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കുർബാനയ്ക്ക് എന്തെങ്കിലും നീ താമസിച്ചു പോയിട്ടുണ്ടോ? കർത്താവിൻ്റെ കരണക്കുറ്റിക്കടിക്കുന്ന പോലെയാണ്. കർത്താവിനെ ഇതുപോലെ അപമാനിക്കാൻ നിനക്ക് വേറെ വഴിയിൽ വളരെ ചുരുക്കം വഴികളിൽ ഇതിനേക്കാളും മോശമായിട്ട് കർത്താവിനെ അപമാനിക്കാൻ പറ്റും. കുർബാനയ്ക്ക് താമസിച്ചു പോകുന്ന ഒരു വിദേശ യൂറോപ്പിലൊക്കെ അങ്ങനെ ഒരിക്കലും അവർ ആ കുർബാന തുടങ്ങുമ്പോൾ അവരകത്താണ്. ആരും താമസിച്ച് വരുന്നത് 3 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല താമസിച്ച് മനുഷ്യർ വരുന്നത്. കൂടുതൽ ഈശോയെ അടുത്തറിഞ്ഞ് കഴിയുമ്പോൾ ഈ കള്ളങ്ങളുടെ ആഘോഷത്തിന് പോകാതിരിക്കും. എന്തായാലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മനുഷ്യർ സിനിമയ്ക്ക് പോകുന്നല്ലേ. പണ്ട് പോയി ക്യൂ നിന്നെടുക്കുമായിരുന്നു ടിക്കറ്റ്. ഇപ്പം വളരെ ചുരുക്കമാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യാറുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യും, ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മളൊരു 10 മിനിറ്റ് നേരത്തെ 15 മിനിറ്റ് നേരത്തെ തിയേറ്ററിൻ്റെ മുമ്പിലെത്തും. പൈസ കൊടുത്ത് സിനിമ കള്ളങ്ങളുടെ ആഘോഷമാണ്. എന്തെങ്കിലും ഒരു കാര്യം സത്യമാണ് അതിനകത്ത്. നായകൻ വില്ലൻ്റെ ഒരു തൊഴി കൊടുക്കുന്നു, ഈ വില്ലൻ പോയി ഒരു കാറി എന്നൊരു ട്രെയിനിട്ടിടിച്ച് നമ്മൾ കണ്ടതുമല്ല സത്യമാണോ? പച്ചക്കള്ളാണ്. അതിൻ്റെ ആഘോഷമാണ്. അങ്ങനെ കള്ളങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സീനും എടുക്കുന്നത് അനേകം കള്ളത്തരങ്ങളിലൂടെയാണ്. ഈ ലോക സുഖമെനിക്ക് വേണ്ട ഈശോ, നീ മാത്രം മതി എനിക്കുമെന്നും ഈശോ. ഈ ലോക സുഖമെനിക്ക് വേണ്ട ഈശോ, നീ മാത്രം മതി എനിക്കുമെന്നും ഈശോ. എന്റേതെല്ലാം നിന്റേതെല്ലാം എന്റേതെല്ലാം നിനക്കും നിന്റേതെല്ലാം എന്റെ ഈശോ. പരിശുദ്ധ ദിവ്യബലി നടക്കുമ്പോൾ അനേകം മക്കൾ പുറത്തു നിന്ന് വർത്താനം പറഞ്ഞിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് നിൽക്കും. ഇത് കാണുന്ന മറ്റു സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അകത്തിരിക്കുന്ന ആരായിട്ട് തോന്നും? ഇതിനേക്കാൾ വലിയ ഒരു ഉതപ്പ് നമുക്ക് കൊടുക്കാനുണ്ടോ? എന്നിട്ട് പറയാണ് ഈശോയെ സ്നേഹമാണ്. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും, അവൾ പറയും ഈശോയെ സ്നേഹമാണെന്ന് പറയും. നമുക്ക് ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടാകും, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ പ്രിയ ദൈവജനമേ, കർത്താവിനെ കാറിത്തുപ്പാണ്, കർത്താവിനെ കാക്കിച്ചു തുപ്പാണ്. നീ പോകരുത്. നിനക്ക് സമയത്ത് കർത്താവിന്റെ ബലിയിൽ ഏറ്റവും മുമ്പിലേ ബലിയർപ്പിക്കാൻ നീ മുമ്പിലേക്ക് വരിക എന്നാണ് സഭാപ്രസംഗന്റെ 5:1 പറയുക. വിഡ്ഢിയുടെ ബലിയർപ്പണമെന്നാണ് അല്ലെങ്കിൽ പറയുന്നത്. ഭോഷന്മാർ അറിയുന്നില്ല തങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ വചനം സഭാപ്രസംഗന്റെ 5:1 പറയുകയാണ്. വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും സംഭവിച്ചവളെ, അവിടുത്തെ പരിശുദ്ധപുത്രനായ വചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ അമ്മ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണേ. ഞങ്ങൾ ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിൽക്കുന്നു. വെളിപാട് മൂലം വചനം ഗ്രഹിച്ചതുപോലെ നമ്മുടെ വലിയ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. തിരുവചനം ഗ്രഹിക്കാൻ പാകത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം അവൻ തുറന്നുവെന്ന് ലൂക്കായുടെ 24 ഞങ്ങൾ വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളും തുറക്കപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ വചന സന്ദേശം ശ്രവിക്കുവാൻ ലിതിയായുടെ മനസ്സ് തുറന്നതുപോലെ ഞങ്ങളുടെ മനസ്സ് തുറക്കപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 നമുക്കിരിക്കാം. ഏറ്റവും വാത്സല്യം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ പെസഹ കാലത്തിൽ പരിശുദ്ധ അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന ഈ ആലയവിശുദ്ധിയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കൂട്ടിക്കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. നമുക്ക് നന്ദി പറയാം. കർത്താവിന് നമ്മളെ ഒരുപാട് സ്നേഹമാണ്. നമ്മളെക്കുറിച്ച് അവിടത്തേക്ക് വലിയ പദ്ധതിയുണ്ട്. നാശത്തിനല്ല, ക്ഷേമത്തിൻ്റെതെന്ന ജെറമയുടെ 29:11 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഇതൾ വിരിയുകയാണ് ഓരോ ദിവസവും, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ടെന്ന് സങ്കീർത്തനം 115 നമ്മളെ പഠിപ്പിക്കും. നമ്മളെക്കുറിച്ച് വിചാരമുള്ള ദൈവം അല്ല, നിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണെന്ന് 1 പത്രോസിൻ്റെ 5 നമ്മൾ വായിച്ച് മനസ്സിലാക്കും. തക്ക സമയത്ത് ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നേരത്തെ വരില്ല, താമസിച്ചു പോകില്ല. കൃത്യമാണ് തമ്പുരാൻ്റെ സമയം. അപ്പം ആ സമയത്തിൽ ഈ പെസഹ കാലത്ത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഉദ്ധിതനാഥൻ്റെ വലിയ കൃപാകടാക്ഷം നമ്മുടെ മേൽ ഈ കാലയളവിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അറിയുന്നു കർത്താവ് നമ്മളെ അതിമാത്രം സ്നേഹിച്ചതിൻ്റെ വലിയ ഓർമ്മ ആചരിക്കുകയായിരുന്നു നമ്മൾ ഈ വലിയ ആഴ്ചയിൽ. നമ്മൾ ഈസ്റ്റർ ദിനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കർത്താവ് ഒത്തിരി പങ്കപ്പാട് സഹിച്ച് എന്നെയും നിന്നെയും സ്നേഹിച്ചതിൻ്റെ ഓർമ്മ അതിവിശുദ്ധമായിട്ട് നമ്മൾ കൊണ്ടാടി വിശുദ്ധീകരിക്കപ്പെട്ടാണ് നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന. നല്ല കുമ്പസാരമൊക്കെ നടത്തി ഈശോയെ കൂടെയായിരുന്ന ഈശോയുടെ സഹനങ്ങളിൽ പങ്കുകൊണ്ടൊക്കെ വരുമ്പോൾ ജോഷുവയുടെ 3:5 നമ്മളിൽ സംഭവിക്കും. ഇന്ന് നീ നിന്നെ വിശുദ്ധീകരിക്കുക, നാളെ ഞാൻ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പം ഇത് ഇനി അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്താണ്? നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിച്ചാൽ വിശുദ്ധരെ കൂടെ വരുന്ന അതിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അത്ഭുതങ്ങൾ. മറ്റൊരു വഴിയുമില്ല. ദൈവത്തെ കാണാൻ വിശുദ്ധി വേണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് മലയിലെ പ്രസംഗം 5 നമ്മൾ വായിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈശോ നമ്മളെ അതിമാത്രം സ്നേഹിച്ചു. വളരെ നല്ലത്. ഈ സ്നേഹം ഒരു പ്രതിസ്നേഹം ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സ്നേഹം ഒരു 1 വേ ട്രാഫിക്കായി പോകരുത്. അങ്ങോട്ട് മാത്രം അല്ല, നമ്മൾ പറയാം തൂമ്പ പോലെ ഇങ്ങോട്ട് മാത്രം. അപ്പോൾ തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും സ്നേഹിച്ചുവെങ്കിൽ, അവസാനത്തെ തുള്ളി രക്തം കൂടെ തന്ന് നമ്മളെ അതിമാത്രം സ്നേഹിച്ച് സ്വന്തമാക്കിയെങ്കിൽ, എൻ്റെ ചോദ്യം ഇതാണ്: ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? പക്ഷെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഈശോയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എന്തുത്തരം പറയും? ആരെങ്കിലും ഇല്ല എന്ന് പറയുമോ? സാധ്യതയില്ല. എല്ലാവരും പറയും, പിന്നെ ഈശോയെ സ്നേഹിക്കുന്നില്ലേ? ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയ ദൈവജനമേ, അതൊരു കള്ളത്തരമാണ്. നമ്മളെ പിശാച് പറഞ്ഞ് പഠിപ്പിച്ച ഒരു കള്ളത്തരമാണ് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുവെന്നുള്ളത്. നമുക്ക് അതെങ്ങനെയാണത് കള്ളമാണ്? ഞാനത് സമർത്ഥിക്കാം. കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാം.
അപ്പോൾ കള്ളമാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോയെ സ്നേഹിക്കണം. എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഒരു കള്ളമാണെന്ന്? നമ്മൾ അറിയാതെ ഒരു കള്ളം വിശ്വസിച്ചിരിക്കുന്നത് നമുക്ക് ഈശോയെ പൊരിഞ്ഞ സ്നേഹമാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെ അല്ല. അതെങ്ങനെ മനസ്സിലാകും? സ്നേഹത്തിന് പ്രധാനമായിട്ടും 2 മാനദണ്ഡങ്ങളാണ്. അത് നോക്കിയാൽ അറിയാം ശരിക്കും നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് ആ മാനദണ്ഡങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയരുത് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കള്ളത്തരമാണ്. കള്ളം പറയുന്ന പാവം കൂടി നമ്മൾ ചെയ്യുന്നുണ്ടാവും അങ്ങനെ പറയുമ്പോൾ. അപ്പം എങ്ങനെ അറിയാം? ഒന്നാമത്തെ മാനദണ്ഡം, സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ഏറ്റവും വിലയേറിയത്, ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കും. സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കും. എന്താ ഏറ്റവും വിലപ്പെട്ടത്? എന്താ ഏറ്റവും വിലപ്പെട്ടത് പറയാമോ? എന്താണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയാമോ? അറിയത്തില്ലേ? അറിയാവുന്ന എന്തെങ്കിലും 1-2 കാര്യങ്ങൾ, വിലപ്പെട്ട കാര്യം പറയാമോ? ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എനിക്കും തന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ പലതും വിലപ്പെട്ടതെന്നൊക്കെ നമ്മൾ സ്വർണം, സ്നേഹം, വിശ്വാസം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. ഏറ്റവും വിലപ്പെട്ടത്, ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. സമയം. ഈ സെക്കൻഡ് എത്ര കോടി കൊടുത്താലും, കോടാനുകോടി കൊടുത്താലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പം ഏറ്റവും വിലപ്പെട്ടത് സമയമാണ്. സമയം. ഏറ്റവും പ്രിയപ്പെട്ടവർക്കേ നമ്മൾ ഈ സമയം, സ്നേഹിക്കുന്നവർക്കാണ് നമ്മൾ സമയം കൊടുക്കുന്നത്. എല്ലാവർക്കും നമ്മൾ ഏറ്റവും അടുത്തവരോട് കൂടെയല്ലേ സമയം ചിലവഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ, നമ്മുടെ സൗഹാർദ്ദങ്ങളുടെ കൂടെ, അങ്ങനെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും കൂടെ സമയം ചിലവഴിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വിലപ്പെട്ട സമയം, അത് ആർക്ക് നീ കൊടുക്കുന്നുവോ അതാണ് നിന്റെ ദൈവം. അവരാണ് നിന്റെ ദൈവങ്ങൾ. അവരാണ് നിന്റെ കുട്ടി ദൈവം. അവരാണ് നിന്റെ വിഗ്രഹം. ആരുടെ കൂടെയാണ് നിന്റെ സമയം നീ ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ധ്യാനിക്കാം. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ അറിയാം ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന, കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, അവർ 2 കവിതാക്കൾ, 2 ലവേഴ്സ്, അവർ കടപ്പുറത്തൊക്കെ പോയി ഇങ്ങനെ, ഈ വെയിലത്തിപ്പോൾ ചെന്നാലും കാണാം, കുടയും പിടിച്ച് 2 പേരും ഇങ്ങനെ ചേർന്നിരിക്കും, മണിക്കൂറുകളിരിക്കും, തിരയെണ്ണിയിരിക്കും, ഒന്നും മിണ്ടുന്നുണ്ടാകത്തില്ല. പക്ഷെ ഏറ്റവും വിലപ്പെട്ടത് അവർ പരസ്പരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സമയം. ആ സമയം വെറുതെ ആണെങ്കിലും കൂടെ ഇരിക്കാൻ ആഗ്രഹമാണ് പ്രിയപ്പെട്ടവർക്ക്. വേറെ ആരുടെയും കൂടെ ഇരിക്കുന്നില്ലല്ലോ, തൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരാളുടെ കൂടെയാണ് ഇരിക്കും, മണിക്കൂറുകളിരിക്കും. ഇനി അത് പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് വാച്ച്, അയ്യോ 2 മണിക്കൂറായോ, 5 മിനിറ്റ് ആയെന്ന് തോന്നിയുള്ളൂല്ലോ എന്ന്. നിത്യതയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ വിലപ്പെട്ടത് ആർക്കാണ് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് 38 മുതൽ തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത്
അവളിൽ നിന്ന് എടുക്കപ്പെടുകയുമില്ല. പ്രിയ ദൈവജനമേ, എന്താണ് ഈ നല്ല ഭാഗം? എന്താണ് മറിയം തിരഞ്ഞെടുത്തത്? കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ നോക്കി ഇരിക്കുക. ഈശോ പറയുന്ന ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ. ഒരു മലയും നീ മറിക്കണ്ട. കർത്താവിൻ്റെ കൊതിയാണ് നമ്മൾ. നമ്മുടെ ആവശ്യത്തിനല്ല, കർത്താവ് കൊതിക്കുന്നു. എന്ത്? നമ്മൾ അവൻ്റെ കൂടെ ആയിരിക്കുവാൻ. കർത്താവിൻ്റെ ഏറ്റവും വലിയ കൊതിയാണത്. നമുക്ക് ഭയങ്കര തിരക്കാണ്. എങ്ങോട്ടേക്കാണ് നമ്മൾ ഓടുന്നത്? നമുക്ക് ഭയങ്കര വേഗതയാണ്. നമ്മൾ ഓടുന്നത് സിമിത്തേരിയിലേക്കാണ്. സിമിത്തേരിയിലേക്ക് വാഞ്ഞു പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവരും പറയുന്ന ഒരു ഭാഷയാണ് തിരക്കാണ്, ബിസിയാണ്, അല്ലേ? ഒരു തിരക്കുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തും. അത് ഈശോയാണോ? അതാണ് ചോദ്യം. നീ സമയം ചെലവഴിക്കുന്നത് നിന്നെ കുരിശിൽ മരിച്ച് നിനക്ക് വേണ്ടി രക്തം ചിന്തി പങ്കപ്പാട് പെട്ട് നിനക്ക് വേണ്ടി മരിച്ചുയർത്ത നിന്റെ കർത്താവിന് വേണ്ടിയാണോ? അതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ച ഒരാളെ പറ. അങ്ങനെ ഒരാളെ എൻ്റെ പ്രിയ സഹോദര സഹോദരി നമ്മൾ തള്ളിക്കളഞ്ഞു. നമുക്കൊരു സ്നേഹവും ഈശോയോടില്ല. ചുമ്മാ പറയും സ്നേഹമാണ്, ആനയാണ്, കുനിയാണ്, കുതിരയാണെന്നൊക്കെ കള്ളമാണ്, അല്ലേ? സമയാംശം അല്ലെ, ദശാംശത്തൊക്കെ പറയുമ്പോൾ നമ്മൾ സമയാംശത്തെക്കുറിച്ച് പറയും. നമ്മൾ 10-1 കർത്താവ് തന്നാണ് 24 മണിക്കൂർ ഒരു ദിവസത്തിലെ. അതിലെ 10-1 കർത്താവിന് അവകാശപ്പെട്ടതാണ്, കൊടുക്കണം എല്ലാ ദിവസവും. 2 മണിക്കൂറും 40 മിനിറ്റും നീ കർത്താവാണ് ദശാംശം. എന്തിൻ്റെ? 24 മണിക്കൂറിൻ്റെ 2 മണിക്കൂറും 40 മിനിറ്റും ഈശോയോട് തിരിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടോ? ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നവരാകാം. 2 മണിക്കൂറും 40 മിനിറ്റും ഈശോയോട് തിരിക്കുന്നുണ്ടോ? ചോദിച്ചാൽ മതി. ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദശാംശം കൊണ്ട് ഒതുക്കരുത്. അത്രയുമെങ്കിലും ബെയർ മിനിമം, ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത്, ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ 40 മിനിറ്റ് നിനക്ക് ഈശോയോട് തിരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 മണിക്കൂർ 40 മിനിറ്റ് അത് ദശാംശമാണ്. ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പറയരുത് ഈശോയെ സ്നേഹമാണ്. പിന്നെ ബാക്കി സമയം നീ എവിടെയാണ്? ഞാനിപ്പോൾ നമുക്ക് എവിടെയായിരിക്കുമ്പോഴും എന്താ ഇടവിടാതെ പ്രാർത്ഥിക്കുമെന്നാണ് പൗലോസ് 1 തെസ്സലോനിയർ 5 അല്ലേ 16, 17, 18 വചനങ്ങൾ വളരെ മനോഹരമാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. 17 പറയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും കർത്താവിന് നന്ദി പറയുവിൻ. അതാണ് കർത്താവ് വിശ്വസിൽ നിങ്ങളെക്കുറിച്ചുള്ള തിരുഹിതം. അപ്പൊ ദൈവഹിതം എന്താണ്? നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. അതായത് തമ്പുരാനുമായിട്ട് ബന്ധം, അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞത് കർത്താവുമായിട്ട് ബന്ധം സൂക്ഷിച്ച് ഇടവിടാതെ. അതായത് പ്രാർത്ഥനയ്ക്ക് ഒരു സമയക്രമം പോലുമില്ല. ഫുൾ ടൈം നീ നിന്റെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. അത് സാധിക്കും. നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഏത് പണി ചെയ്യുമ്പോഴും നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും. അരി കഴുകിയിടുമ്പോൾ പറയാം, ഈശോയെ നല്ലപോലെയൊക്കെ പാചകം ചെയ്ത് തരണേ. നമുക്ക് അവനുമായിട്ട് സംസാരിച്ച് അവൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റും, സമയം ചെലവഴിക്കാൻ പറ്റുന്ന. അതായത് നമ്മൾ ഈ 24 മണിക്കൂറും ആലയത്തിലിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അതൊരു ശീലമായി, ഒരു ബന്ധം, നിരന്തര നിസ്തന്ത്ര ബന്ധം ദൈവാത്മാവുമായിട്ട്. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തെക്കാൾ വലിയവൻ, അല്ലെ? ഉള്ളിലിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. 1 യോഹന്നാൻ 4:4 പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 3:16, 6:19 ആ തിരുവചനം നമ്മൾ ആലയമാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവേ സുഖാണോ? പരിശുദ്ധാത്മാവേ എങ്ങനെ പോകുന്നു ഞാൻ? ഹൗ ഡു യു റേറ്റ് മീ? എങ്ങനെയുണ്ട് ഞാൻ? വല്ലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവേ ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശ്വരാത്മാവിന്, അല്ലേ, ഈശോ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി നിത്യം നമ്മളോടുകൂടെ ആയിരിക്കാൻ. നോക്ക, നിത്യം നമ്മളോടുകൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അവൻ വന്ന് ഉള്ളിലിരിക്കുകയാണ്. നമുക്ക് സമയമില്ല അവനോട് സംവദിക്കാൻ. മാരക പാപമല്ലേ?
പ്രിയ ദൈവജനമേ. അണ്ടകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് അമ്മാനമാടുന്നവൻ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുക, നിന്നെ സ്നേഹിക്കുക കൊണ്ട്. എന്നിട്ട് അവനോട് സംവദിക്കാനും സംസാരിക്കാനും നമ്മൾക്ക് തിരക്കാണെന്ന് പറയുമ്പോൾ നീ ലോക കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് മുഴുവൻ വ്യഗ്രചിത്തനായി മർത്തയുടെ കാര്യം പറഞ്ഞു. അവൾ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരുന്നു. അവളോട്, നിന്നോട് ഈശോയ്ക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് അവശ്യമായത്. ഒന്നേയുള്ളൂ മർത്ത, അത് കൂടെ ഇരിക്കുകയാണ്. വചനത്തിൽ ഒരുപാട് ആ ചിന്തകളുണ്ട്. വചനം എഴുതിയെടുത്ത് നോക്ക്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ അല്ലേ 1-ാം അധ്യായം യോഹന്നാൻ്റെ പുറകെ ചെല്ലുകയാണ്. ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു, വന്ന് കാണുക, കൂടെ ചെല്ലണം, താമസിക്കണം. അവരന്ന് ചെന്ന് അവൻ്റെ കൂടെ വസിച്ചു. ഇത് ഈശോയുടെ കൊതിയാണ്, കൂടെ താമസിക്കണം. നമ്മൾ ഈ ദിവസങ്ങളിൽ സുവിശേഷങ്ങൾ വായിക്കും. 24-ാം അധ്യായം ലൂക്കയുടെ സുവിശേഷത്തിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് വളരെ ഹൃദയസ്പർശിയായ ഒരു, എനിക്കൊന്ന് 24-29 എൻ്റെ വിചാരം ആ തിരുവചനം. ആ എത്തേണ്ടിടത്തെത്തിയപ്പോൾ ഈശോ മുൻപോട്ട് പോകുന്നതായി ഭാവിച്ചു. മുൻപോട്ട് പോകുന്നതായി, അതായത് ഇവരെന്നെ ഒന്ന് വിളിക്കും എന്ന് പറഞ്ഞ് കൊതിയോടെ ഈശോ നിൽക്കുകയാണ്. എങ്ങനെ നിൽക്കുകയാണ്, ഇപ്പൊ വിളിക്കും. അപ്പൊ മുൻപോട്ട് പോകുന്നതായി ഭാവിച്ചു. മുമ്പോട്ട് പോവുകയല്ല, പോകുന്ന പോലെ കാണിച്ചു. പോകാൻ ആഗ്രഹമില്ല, കൂടെ കയറാനാണ് ആഗ്രഹം. അപ്പോൾ അവർ പറഞ്ഞു, മാനേ നോബിസ്കം ഡോമിനെ, നാഥ ഞങ്ങളോടൊത്ത് വസിക്കണമേ. അപ്പൊ തന്നെ ചാടിയകത്ത് കയറി. വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നില്ലേ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, വാതിൽ തുറന്ന് തന്നാൽ ആ സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ഞാൻ അവൻ്റെ കൂടെ അകത്ത് കയറുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമെന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കാത്തു നിൽക്കുന്നുണ്ട് നിന്റെ ദൈവം, നിന്റെ സമയവും ചോദിച്ചുകൊണ്ട്. എൻ്റെ പ്രിയജനമേ, ഈശോയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ ആയിരിക്കും, സമയം ചെലവഴിക്കും, അവന് കൊടുക്കും സമയം. വേറെ ഒരു വിശേഷവും പറയരുത്. സമയം എന്തുമാത്രം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നു, അതാണ് സ്നേഹത്തിൻ്റെ പ്രധാന മാനദണ്ഡം. നീ സമയം ചെലവഴിച്ച വ്യക്തികളൊക്കെ നോക്കിയേ, അവരുടെ ജീവിതം മാറി മറിയുന്നതാണ് നീ കാണുന്നത് അല്ലേ? മോശ അങ്ങ് മലയിലിരിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം സമാഗമ കൂടാരത്തിൽ പോകുന്ന മോശയെ നോക്കിക്കൊണ്ട് ജനം നിൽക്കും. 33-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ നോക്കിയാൽ മതി. അവിടെ മോശ കർത്താവിന്റെ സന്നിധിയിൽ മലയിൽ കയറി 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ മുഖമൊക്കെ ജ്വലിച്ച് തീക്കല്ല് പോലെ ആയെന്നാ പറയുന്നത്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് സംഗീതം 34:5 പറയുന്നു. നോക്കിയവർ പ്രകാശിതരായി. കർത്താവിന്റെ കൂടെ ഇരുന്നാല് നിന്റെ മുഖം പ്രകാശമാനമാകും, അതിങ്ങനെ തിളങ്ങും. നിന്റെ മുഖത്തേക്ക് അന്ധകാര ശക്തികൾക്ക് നോക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിന്റെ തീയും ദൈവത്തിന്റെ പ്രകാശവുമായിട്ടായിരിക്കും വ്യാപരിക്കുന്നത്. ആ പ്രകാശത്തെ നോക്കാൻ തിന്മകൾക്ക് പറ്റില്ല. വലിയ പ്രകാശമാണല്ലോ എന്ന് അവര് പറയും. നോക്കാൻ പറ്റുന്നില്ലല്ലോ, നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നീ കർത്താവില്, നീ അത്യുന്നതനിൽ വാസമുറപ്പിച്ചു അല്ലെ? നമ്മൾ 91-ാം സങ്കീർത്തനം ചൊല്ലിയിട്ട് കർത്താവിന്റെ സംരക്ഷണം ലഭിക്കുമെന്ന് പറയാറുണ്ട്. സംരക്ഷണം ലഭിക്കാൻ 2-3 കൊളുത്ത് അതിനകത്ത് കിടപ്പുണ്ട്. പ്രിയ ദൈവജനമേ, അത്യുന്നതന്റെ സംരക്ഷണയിൽ വസിക്കുന്നവനും, ആ ഇരിപ്പിനെ കുറിച്ചാ പറയണേ. അത്യുന്നതന് അവന്റെ തണലിൽ പാർക്കുന്നവനും. കണ്ടോ, തണലിൽ, കർത്താവിന്റെ തണലിൽ. ആംഗലേയ ഭാഷയിൽ അത് പറയുന്നത് he who dwells in the secret place of the Almighty എന്നാണ്. രഹസ്യ അറ, രഹസ്യമുറി. കർത്താവ് പറയുന്നില്ലേ, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. രഹസ്യത്തിൽ കയറി മുറി അടച്ച് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു കാര്യമുണ്ട് ആ സങ്കീർത്തനത്തിൽ. തുടക്കത്തിൽ തന്നെ പറയാണ്, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കണം. അത്യുന്നത തണലിൽ കഴിയണം. തണൽ എന്ന് വെച്ചാൽ അവൻ ഇരിക്കുന്നിടം, അവിടെ അവന്റെ കൂടെ ഈ മോശ ഇരുന്നു എന്ന് 33:10-11 വളരെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത്, മോശ ഈ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടും നൂനിന്റെ പുത്രനായ ജോഷ്വ സമാഗമ കൂടാരത്തിൽ തന്നെയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ ദൈവജനമേ, മോശ പ്രവാചകൻ വിശുദ്ധ നാട്ടിൽ പ്രവേശിച്ചില്ല, നോക്കി കണ്ടതേ ഉള്ളൂ. പക്ഷെ ജോഷ്വ ആ നാട് പിടിച്ചടക്കാൻ അവനെ കർത്താവ് ഭരമേൽപ്പിക്കുക. അവനാണ് യുദ്ധം ചെയ്ത് ആ നാട്
ആ വിശുദ്ധ നാട് മുഴുവൻ പല പല ഗോത്രങ്ങളിൽ നിന്നും വർഗങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് കാനാന്യരിൽ നിന്നും ജബൂസ്യരിൽ നിന്നും ഹിത്യരിൽ നിന്നുമൊക്കെ ആ നാട് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച് ഈ ജനത്തിന് പങ്കുവെച്ചു കൊടുത്ത അവന്റെ പേരാണ് ജോഷുവ. അവന്റെ ഇരിപ്പ്, അവൻ കർത്തൃസന്നിധിയിൽ ഇരുന്നു. പ്രിയജനം, ഇരിക്കുക എന്ന് പറയുന്നൊരു കൊച്ചു കാര്യമല്ല. ജീവിതത്തെ മാറ്റിമറിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവനല്ലേ നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണിമയുണ്ട്. 16:11 സങ്കീർത്തനം 16:10. നിന്റെ സന്നിധിയിൽ ദൈവമേ ആനന്ദത്തിന്റെ, അതായത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങ് വരും. പ്രിയത, നമുക്ക് മറന്നു പോകുന്ന അഥവാ നമ്മളെ ഒട്ടും തന്നെ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് കർത്താവിന്റെ കൂടെ എലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ഇരിയുകയാണ്. 1 രാജാക്കന്മാരുടെ 19:18 പറയാണ്. സൈന്യങ്ങൾ അപ്പൊ ഇരിക്കുകയാണ്, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ. നോക്ക് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെന്നോ, ഏത് ഉജ്ജ്വലമായ ബൈബിളിലെ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാലും അവർ ഈ കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. കർത്താവ് പറയാണ് സങ്കീർത്തനം 111 മത്തായിയുടെ 22:44 കർത്താവ് എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 2:11 തോന്നുന്നു ആ വചനം പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. വലത്ത് ഭാഗത്ത് ഇരുന്നാ മതി. അപ്പൊ നീ ഇരുന്നാ മതി. അതാണ് വചനം പറയാണ് വീണ്ടും പുറപ്പാടിന്റെ 14:14 നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി. ഇരിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. കണ്ടോ, കർത്താവിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്ന പണിയാണ് കർത്താവിന്റെ സന്നിധിയിൽ പോയി വെറുതെ കെട്ടിക്കിടക്കുക, കർത്താവിനെ വായിട്ട് നോക്കിയിരിക്കുക. മറിയം ചെയ്തതുപോലെ കർത്താവ് യുദ്ധം ചെയ്യും. കേട്ടോ, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് ഉറങ്ങിയാൽ മതി എന്ന് കർത്താവിനെ എടുത്തിരുന്ന സങ്കീർത്തനം 122 പറയാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും. ഉറങ്ങിയാൽ മതി. എവിടെ? കർത്താവിന്റെ അടുത്തിരുന്ന. കൊച്ചു ത്രേസ്യ പുണ്യവതി പറയും, കർത്താവിന്റെ അടുക്കൽ പോയിരുന്ന ഉറങ്ങിക്കോളൂ, അവന്റെ മടിയിലാണ് നീ കിടക്കുന്നത്, അവന്റെ കൂടെ ഇരുന്ന് ഉറങ്ങാം. അപ്പം നീ അവന്റെ മടിയിൽ കിടക്കുന്ന പോലാണെന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയ ദൈവമേ, നോക്ക്, ഇതിലേക്കാണ് ഇത് നമ്മൾ തിരിച്ചറിയുക. ഈ പെസഹ കാലത്തിൽ, ഈ ഉത്ഥാന കാലഘട്ടത്തിൽ ഈ വലിയൊരു ബോധ്യമുണ്ടാകട്ടെ. എന്താ ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് അല്ലേ? അപ്പോസ്തലൻ 1:4 പറയുന്നത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ശക്തി സ്വീകരിക്കണമോ? പോകരുത്. അങ്ങനെ എന്ത് ചെയ്തു? പരിശുദ്ധ അമ്മയും ഈ അപ്പോസ്തലന്മാർ ശിഷ്യഗണങ്ങൾ മുഴുവനും കൂടെ അവിടെ ഇരുന്നു. 10 ദിവസം അങ്ങോട്ട് ഇരുന്നു. അവര് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഇതാ സ്വർഗം കുലുങ്ങുന്നത്, ഭൂമി കുലുങ്ങുന്നത്. ദൈവാത്മാവ് വന്നവരെ ആവശ്യിക്കുന്നത് ആ ഇരിപ്പിലാണ്. ഇതൊരു മർമ്മമാണ്, പ്രാർത്ഥനയുടെ മർമ്മമാണ് ഈ ഇരിപ്പ്. നമ്മൾ ബഹളം പിടിച്ച് ഓടി നടക്കുകയല്ല, ഓട്ടം നമ്മളെ എവിടെ എത്തിക്കത്തില്ല. ഓടുന്നവൻ ഓടിക്കൊണ്ടിരിക്കും. ശാന്തമായിരിക്കോ, ഞാൻ ദൈവമാണെന്നറിയോ. സങ്കീർത്തനം 46:10 ദൈവസന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. സെഫാനിയ 1:7 ദൈവവചനം മുഴുവനും എൻ്റെ പ്രിയ ദൈവജനമേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന, കർത്താവിൻ്റെ ആലയത്തിൽ, കർത്താവേ നിന്റെ ആലയത്തിൽ നിന്റെ ആലയത്തിൽ ഇരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. പുറത്ത് 1000 സംവത്സരങ്ങളെക്കാൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസം ആയിരിക്കുന്ന അഭികാമ്യം. സങ്കീർത്തനം 84 പറയുകയാണ്. നോക്ക്, ബൈബിളിൽ മുഴുവൻ ഈ വിശുദ്ധ ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഈ പെസഹ കാലത്തിൽ പ്രിയ ദൈവജനമേ ഈ സത്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് നോക്ക്. ജീവിതം മാറിയെന്ന് കാണാം. ഒരു മലയും അറിയണ്ട. കർത്താവ് ചെയ്യും, കർത്താവ് യുദ്ധം ചെയ്യും, കർത്താവ് നിന്നെ യുദ്ധവീരനാക്കും, കർത്താവ് നിന്റെ പണികൾ മുഴുവൻ കർത്താവ് അങ്ങാണല്ലോ എല്ലാം ചെയ്യുന്നതെന്ന് എസ്ഐയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവെ അങ്ങാണല്ലോ എല്ലാം ചെയ്യുന്നത്, അങ്ങയെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. വീണ്ടും 91 സംഖ്യത്തിൽ നമ്മൾ കാണുകയാണ്, നീ അത്യുന്നതനിൽ വാസമുറപ്പിച്ചു. കണ്ടോ, ഉറപ്പിച്ചോ നീ അത്യുന്നതനിൽ വാസം. അതിനാൽ അല്ലെങ്കിൽ ഇല്ല, അതിനാൽ യാതൊരു തിന്മയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അല്ല ചുമ്മാ വെറുതെ 91 സംഖ്യത്തിൽ ചൊല്ലി അതിന്റെ അഭിഷേകം വരുമെന്ന് വിചാരിച്ചേക്കല്ലേ. ദൈവം ഒരു ഉടമ്പടിയുടെ ദൈവമാണ്. നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്തു വരുമെന്നാണ്. വിശുദ്ധ ബൈബിളില് ദൈവം ഉടമ്പടിയുടെ ദൈവമാണ് പറയുന്നത്.
അങ്ങനെയാണ് പുതിയ നിയമത്തിൽ നീ എൻ്റെ കൽപ്പനകൾ. ഇനി രണ്ടാമത്തെ മാനദണ്ഡം കൂടെ പറയാം. ആദ്യത്തെ മാനദണ്ഡം കർത്താവിൻ്റെ സമയം ചെലവ്, നമ്മൾ തിരിച്ചു വരും, ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മാനദണ്ഡം സ്നേഹത്തിൻ്റെത്, അവനോടൊത്ത് സമയം ചെലവഴിക്കുന്ന ഏറ്റവും വിലയേറിയ ദൈവത്തിന് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. നീ കൊടുക്കുന്നുണ്ടോ? എങ്കിലും നീ ഈശോ ഇതുവരെ അപ്പോൾ ചിലർക്ക് മനസ്സിലാണ്ടാവുന്നത് ഈശോ സ്നേഹിച്ചിട്ടേ ഇല്ല. 10 മിനിറ്റും 15 മിനിറ്റും അരമണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് നീ ഒരു ദിവസം കർത്താവിന് കൊടുക്കുന്നത്, നീ സ്നേഹിച്ചിട്ടേ ഇല്ല. വെരി സോറി, അങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ സത്യം അതാണ്. കുറച്ച് അപ്രിയ സത്യങ്ങൾ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇനിയെങ്കിലും അല്ലേ ശിഷ്ടകാലം കർത്താവിൻ്റെ കൂടെ കർത്താവിനെ രുചിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ രുചിച്ചറിയണമെന്ന്. രുചിക്കണമെങ്കിൽ അല്പം ക്ഷമയാണ്. നമുക്ക് ഓടി നടന്ന് രുചിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇരിക്കണം. ഒരു ഭക്ഷണം നല്ലപോലെ രുചി കഴിയണോ ഓടിക്കൊണ്ട് കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പതുക്കെ അത് റിലേറ്റ് ചെയ്തല്ലേ. ഒരു സൂപ്പ് മൊത്തി കുടിക്കണമെങ്കിൽ, ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ഇരുന്ന് സ്വസ്ഥമായിട്ട് നിന്ന് സ്വസ്ഥമായിട്ട് പതുക്കെ മുത്തി കുടിക്കും. ചൂട് ചായ വേണം. അപ്പോൾ ഇപ്പം ഞാൻ ചൂട് ചായ കുടിച്ചുള്ളൂ. അപ്പോൾ അവിടെ ഇരുന്ന് ചൂട് ചായ മുത്തി കുടിക്കുന്നെങ്കിൽ അങ്ങനെയാണത്. ഇരുന്ന് രുചിക്കണം. കർത്താവിനെ ഇരുന്നിരുന്ന് രുചിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ വചനം നമ്മളോട് പറയാണ്. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞെ നീ എവിടെയാണ്? നീ എവിടെയാണ് ചോദിക്കുകയാണ്. എവിടെയാണ് നീ? അല്ലേ, എന്നെ അപ്പാ എന്ന് നീ വിളിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ജെറമ്യായുടെ കർത്താവ് കരയുകയാണ്. നീ ഇല്ല ഇവിടെയെങ്കിലും എൻ്റെ കൂടെ. അപ്പാന്ന് വിളിക്കുന്നില്ല, ആ എന്ന് പോലും നീ വിളിക്കുന്നു. നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. നിന്നെ ഞാൻ നോക്കി നടക്കുകയാണ്, നീ ഇല്ല. പ്രിയ ദൈവജനമേ, നമുക്ക് അവനോടൊത്ത് സമയം ചെലവഴിക്കാം. ഒരു മലയും മറിയണ്ട. നമ്മൾ എവിടെയാണ് ഈ ഓടുന്നത്? ഓടണ്ട, കർത്താവിൻ്റെ കൂടെ ഇരിക്കാം. ജീവിതം മാറി മറിയുന്നത് നീ കാണും. കർത്താവ് നിന്റെ കാര്യങ്ങൾ, സത്യമാണിത്. വെറുതെ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നാൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത് നീ കാണും. അവിശ്വസനീയമായിട്ട് തോന്നും, പക്ഷേ ദൈവത്തിൻ്റെ വചനം കള്ളം പറയത്തില്ല. അതുപോലെ തന്നെ സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ വന്ന് ഭവിക്കും. രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം യോഹന്നാൻ്റെ 14 ഒരേ അധ്യായത്തിൽ 3 സ്ഥലത്താണത് പറയുന്നത്. ഒറ്റ അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ 3 വചനങ്ങൾ സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ മാനദണ്ഡത്തെക്കുറിച്ച് പറയുന്നത്. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 14 പറയുകയാണ്. 14:15 വചനം നോക്കുക. 14:15 നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ. അപ്പോൾ സ്നേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ മാനദണ്ഡം ഈശോ തന്നെ പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഇതാ വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ 21-ാമത്തെ തിരുവചനം പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അത് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം. ഒന്നുകൂടെ ഈശോ അത് പറയുകയാണ്. 23-ാം തിരുവചനത്തിൽ യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. കണ്ടോ? സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ മാനദണ്ഡം കർത്താവിൻ്റെ വചനം അനുസരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കേൾക്കുകയല്ല. അവൻ പറയുന്നു, അതനുസരിക്കും. അവൻ പറയുന്നു, ആസക്തിയോടെ നോക്കരുത്. അവൻ പറയുന്നു, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കരുത്. അവൻ പറയുന്നു, ശത്രുവിനോട് ക്ഷമിക്കണം. അവൻ പറയുന്നു, അഹങ്കാരത്തോടെ ആയിരിക്കരുത്. അങ്ങനെ തന്നെ എന്ത് കർത്താവ് പറയുന്നുവോ അവൻ പറയുന്നത് ചെയ്യുക. യോഹന്നാന്റെ 2:5 പരിശുദ്ധ അമ്മ അവൻ പറയുന്നത് കണ്ടോ, അനുസരിക്കാനാണ് പറയുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ അമ്മ പറയുകയാണ് അല്ലേ, ലൂക്കയുടെ 1-ാം അധ്യായത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയുന്നത് പോലെ ഞാൻ അതനുസരിച്ചു കൊള്ളാം. ഈശോയെക്കുറിച്ച് ക്രിസ്തു ഗീതകത്തിൽ ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 6 മുതൽ തിരുവചനം പറയണം. അവൻ കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി, എന്തായി?
അനുസരണയുള്ളവനായി. അപ്പൊ ദൈവപുത്രന്റെ മാതൃക കാണിച്ചു തരല് ഈ തലകുമ്പിടലാണ്. അപ്പാ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഹിതമല്ലപ്പാ, നിന്റെ ഹിതം നിറവേറട്ടെ. കണ്ടോ പ്രിയ ദൈവജനമേ? ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി. നമ്മുടെ 10 കൽപ്പനകളും തെറ്റിച്ചിട്ടാണ് ഇരിക്കുന്നത്. 10 കൽപ്പനകളും, കൂടുതൽ വിശേഷമൊന്നും പറയണം, 10 കൽപ്പനകളും തെറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണേ ഈശോയെ സ്നേഹമാണെന്നാണ്. ഇല്ലേ? എനിക്കും നിങ്ങൾക്കും, ഞാൻ എന്നെ തന്നെ പറയുകയാണ്, 10 കൽപ്പന തെറ്റിച്ചിട്ട് ഈശോയെ സ്നേഹമാണ്. 7 മൂലഭാവങ്ങൾ ചേരുവാണ് ഈശോയെ സ്നേഹമാണ്. നാണക്കേട് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച, പിശാച് പറഞ്ഞ് പഠിപ്പിച്ച കള്ളാണ് ഈശോയെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഒരു തിരിച്ചറിവിലോട്ട് കർത്താവ് ഇന്ന് നമ്മളെ ഉണർത്തുകയാണ്. ഓരോ കൽപ്പന എടുത്ത് നോക്കി ഞാൻ 10 കൽപ്പന തെറ്റിക്കും പ്രിയമുള്ളത്. നമ്മൾ എല്ലാ ദിവസവും കുറേ കൽപ്പന ലംഘിക്കാറുണ്ട്. അതുകൊണ്ടാണ് കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കുന്നത് പഠിച്ചു വെച്ചിരിക്കുക സഭയുടെ കൽപ്പനയാണത്. അതും ബെയർ മിനിമം, ഏറ്റവും കുറഞ്ഞത്. മക്കളെ അങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് സഭാമാതാവ് പഠിപ്പിക്കുന്നതാണ്. പാതിരപ്പിയപ്പുണ്യാളൻ ഒരു ദിവസം 13 പ്രാവശ്യം കുമ്പസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം. അപ്പോൾ അസീസി പുണ്യാളൻ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നവർ. അതായത് മാർപ്പാപ്പന്മാരൊക്കെ എല്ലാ ആഴ്ചയിലും പാപങ്ങളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടുവന്നാണ് കുമ്പസാരിക്കുക. നമ്മുടെ കുമ്പസാരം എന്ന കൂദാശയിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് നമ്മളെ തിരിച്ച് രമ്യതപ്പെടുത്തുന്ന ഏറ്റവും വലിയ, അവന് സുബോധമുണ്ടായി. അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്കയുടെ 15:17 പറയണം. അപ്പോൾ അവന് സുബോധമുണ്ടായി, ധൂർത്തപുത്രനെ. അപ്പൊ അവൻ എഴുന്നേറ്റു. അതാണ് കുമ്പസാരം. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് നടന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലും. അനുതാപം, കണ്ണുനീരോടെ, അപ്പാ, നിനക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കാൻ പോലും അനുതപിക്കുകയാണ്, കരയുകയാണ്. ഞാൻ യോഗ്യനല്ല. അപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പം ഇതൊന്നും ശ്രദ്ധിക്കുന്ന പോലില്ല. അവനിങ്ങനെ, അപ്പാ, ഞാൻ സ്വർഗത്തിനും അങ്ങയ്ക്കെതിരായി പാപം, ബാക്കിയൊന്നും അപ്പം കേൾക്കണം. കയറി കെട്ടിപ്പിടിച്ച് പുതിയ വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക, അവനെ പുതിയ ചെരിപ്പിടിക്കുക, മോതിരമിടിക്കുക. ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവർ. ഈ അനുസരിക്കാൻ നീ സന്നദ്ധനാണെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒന്ന് അനുസരിക്കാമോ കർത്താവിനെ? കർത്താവ് പറയുന്ന കേട്ട് നടക്കാമോ? അപ്പോഴാണ് ഈശോയെ സ്നേഹിക്കുന്നത്. പ്രിയ ജനമേ, നമുക്ക് ശരിക്കും ഇതിൽ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഓരോ കൽപ്പന എടുത്ത് കർത്താവിൻ്റെ ഒന്നാമത്തെ കൽപ്പന എടുത്ത് നോക്കിയാൽ നമ്മൾ എല്ലാ ദിവസവും ലംഘിക്കും. ഒന്നാമത്തെ കൽപ്പന എല്ലാ ദിവസവും ലംഘിക്കും നമ്മൾ. എന്താണ്? ഞാനല്ലാതെ മറ്റു ദൈവം ചോദിച്ചാൽ മതി, ആരോട് കൂടിയാണ് നിന്റെ സമയം നീ ചെലവഴിക്കുന്നത്? ഒറ്റ ചോദ്യം ചോദിച്ചാൽ അറിയാൻ ലംഘിക്കുന്നുണ്ടോ? കർത്താവ് നമ്മൾ 2 മണിക്കൂർ 40 മിനിറ്റോടെ ഇവിടെ ഇരിക്കുമോ? കർത്താവിനേക്കാൾ ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ സമയം ചെലവഴിക്കുന്നത് ആരാണ്? ഫുട്ബോൾ കളിയിൽ ഇപ്പോൾ അല്ലേ, നമ്മൾ കർത്താവിനേക്കാൾ പ്രാധാന്യമുള്ള പല വ്യക്തിയെ, ചിലപ്പോൾ താരങ്ങൾ, സിനിമ, മറ്റു മീഡിയ, ഇതൊക്കെ നമ്മൾ ആരോട് കൂടെയാണ്, നമ്മൾ ആരെക്കുറിച്ച് നീ സംസാരിക്കുന്നത് നോക്കിയാൽ മതി. ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അത്തരം സംസാരിക്കും. ഒരാളുടെ സംസാരം ശ്രദ്ധിച്ചാൽ ആരാണ് ഉള്ളിലിരിക്കുന്നത് അറിയാൻ പറ്റും. നിന്നെ എന്താണ് നിന്റെ ടോപ്പിക്? രാഷ്ട്രീയമോ? എന്തിനെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? അത് നീ ആരാണെന്ന് പറഞ്ഞു തരും. ഈശോയാണോ നിന്റെ സംസാരത്തിൽ? അതാണ് ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും തന്നെ നമ്മൾ ലംഘിക്കുന്ന കൽപ്പന ഒന്നാമത്. 2ാമത്തെ കൽപ്പന എല്ലാ ദിവസവും എന്ന കണക്കെ നമ്മൾ ലംഘിക്കും. 3 അല്ലേ? എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന എത്ര പേരുണ്ടാവും? നിങ്ങളെല്ലാവരും തന്നെ പോകുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കുർബാനയ്ക്ക് എന്തെങ്കിലും നീ താമസിച്ചു പോയിട്ടുണ്ടോ? കർത്താവിൻ്റെ കരണക്കുറ്റിക്കടിക്കുന്ന പോലെ അത്. കർത്താവിനെ ഇതുപോലെ അപമാനിക്കാൻ നിനക്ക് വേറെ വഴിയിൽ, വളരെ ചുരുക്കം വഴികളിൽ ഇതിനേക്കാളും മോശമായിട്ട് കർത്താവിനെ അപമാനിക്കാൻ പറ്റും. കുർബാനയ്ക്ക് താമസിച്ച് പോകുന്ന ഒരു യൂറോപ്പിലൊക്കെ അങ്ങനെ ഒരിക്കലും അവർ ആ കുർബാന തുടങ്ങുമ്പോൾ അവരകത്താണ്, ആരും താമസിച്ച് വരത്തില്ല. 3 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല താമസിച്ച് മനുഷ്യർ വരുന്നത്. നമ്മുടെ നാട്ടിലാണ് ഈ കർത്താവിൻ്റെ 7ാം കൂലിയായിട്ടാണ്. സിനിമയ്ക്ക് പോകുന്നവരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ, എല്ലാവരും അല്ലെങ്കിൽ നിർത്തിക്കാണ് സിനിമയ്ക്ക് പോക്ക്. കൂടുതൽ ഈശോയെ അടുത്തറിഞ്ഞ് കഴിയുമ്പോൾ ഈ കള്ളങ്ങളുടെ ആഘോഷത്തിന് പോകാതിരിക്കും. എന്തായാലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മനുഷ്യർ സിനിമയ്ക്ക് പോകുന്നല്ലേ. പണ്ട് പോയി ക്യൂ നിന്നെടുക്കുമായിരുന്നു ടിക്കറ്റ്. ഇപ്പം വളരെ ചുരുക്കമാണ് അങ്ങനെ ചെയ്യുന്നത്, ചെയ്യാറുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യും, ടിക്കറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മളൊരു 10 മിനിറ്റ് നേരത്തെ, 15 മിനിറ്റ് നേരത്തെ തിയേറ്ററിൻ്റെ മുമ്പിലെത്തും. പൈസ കൊടുത്ത് സിനിമ കള്ളങ്ങളുടെ ആഘോഷമാണ്. എന്തെങ്കിലും ഒരു കാര്യം സത്യമാണ് അതിനകത്ത്.
നായകൻ വില്ലനിട്ട് ഒരു തൊഴി കൊടുക്കുന്നു, ഈ വില്ലൻ പോയി ഒരു കാറിൽ നിന്നൊരു ട്രെയിനിട്ടിടിച്ച്, നമ്മൾ കണ്ടതുമല്ല സത്യമാണോ? പച്ചക്കള്ളാണ്. അതിൻ്റെ ആഘോഷമാണ്. അങ്ങനെ കള്ളങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സീനും എടുക്കുന്നത് അനേകം കള്ളത്തരങ്ങളിലൂടെയാണ്. അല്ല, ഇങ്ങനെ കൈയെടുക്കുന്നത്, അതിൻ്റെ ഒരു ഷോട്ട് ആദ്യം എടുക്കും, പിന്നെ അടുത്ത് ഇങ്ങനെ എടുക്കും, പിന്നെ ഇപ്പുറത്തെ ആംഗിളിൽ എടുക്കും, അങ്ങനെ പലതെടുത്താണ് ഒരു ഇടി പോലും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കള്ളങ്ങളാണ്, കള്ളങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് സിനിമ സത്യത്തിൽ. നുണയനും നുണയൻ്റെ പിതാവും എന്ന ദൈവത്തിൻ്റെ വചനം 8:44 പറയുന്നത് സത്യത്തിൽ ഒരു സിനിമയിൽ വന്ന് ഭവിക്കുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് അത് കള്ളങ്ങളുടെ ആഘോഷം കാണാനായിട്ട് നമ്മൾ പൈസ കൊടുത്ത് നേരത്തെ പോകും. ഞാനാണ് വഴി സത്യവും ജീവനും എന്ന് പറഞ്ഞ സത്യദൈവം അവൻ വന്ന് ഹൃദയം പറിച്ചു തരുന്നതിന് നമ്മൾ താമസിച്ചു വന്ന് പുറത്തു നിൽക്കും. എന്തൊരു അപമാനമാണ് നമ്മുടെ ദൈവം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ദിവ്യബലി നടക്കുമ്പോൾ അനേകം മക്കൾ പുറത്തു നിന്ന് വർത്താനം പറഞ്ഞിട്ട്, കൊച്ചു വർത്താനം പറഞ്ഞിട്ട് നിൽക്കും. ഇത് കാണുന്ന മറ്റു സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അകത്തിരിക്കുന്ന ആരായിട്ട് തോന്നും? ഇതിനേക്കാൾ വലിയ ഒരു ഉതപ്പ് നമുക്ക് കൊടുക്കാനുണ്ടോ? എന്നിട്ട് പറയാണ് ഈശോയെ സ്നേഹമാണെന്ന്. അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ പറയും, അവൾ പറയും ഈശോയെ സ്നേഹമാണെന്ന് പറയും. നമുക്കിതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടാകും, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ പ്രിയ ദൈവജനമേ, കർത്താവിനെ കാറിത്തുപ്പാണ്, കർത്താവിനെ കാർക്കിച്ചു തുപ്പാണ്. നീ പോകരുത്. നിനക്ക് സമയത്ത് കർത്താവിൻ്റെ ബലിയിൽ ഏറ്റവും മുമ്പിലേ ബലിയർപ്പിക്കാൻ നീ മുമ്പിലേക്ക് വരിക എന്നാണ് സഭാപ്രസംഗന്റെ 5:1 പറയുക. വിഡ്ഢിയുടെ ബലിയർപ്പണമെന്നാണ് അല്ലെങ്കിൽ പറയുന്നത്. ഭോഷന്മാർ അറിയുന്നില്ല തങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെന്ന് ദൈവത്തിന്റെ വചനം സഭാപ്രസംഗന്റെ 5:1 പറയുകയാണ്. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, മുൻപോട്ട് കയറി ചെല്ലുക, ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രിയ ദൈവജനം, ഇത് വളരെ വലിയ പാപമാണ് നമ്മൾ അറിയുന്നില്ല, ആരും പറയുന്നില്ല. ആരാ പറയുന്നത് ഇതൊക്കെ? രണ്ടാമത്തെ വരവിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചൊക്കെ മനുഷ്യർ പറയുന്ന പോലുമില്ല. ഇന്ന് വളരെ അല്ലെ ലിവിങ് ടുഗദർ, ഒരുമിച്ച്. അതിലെന്താണ് ചെറുപ്പക്കാർ ചോദിക്കുന്നത്? അതിനെന്താണ് ലിവിങ് ടുഗദർ? നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത്, അതിനെന്താണ്? കല്യാണം കഴിക്കാതെ ഒരു വ്യഭിചാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെന്താണെന്ന് ചോദിക്കുന്നത്? വയറ്റിലുണ്ടായി ഉടനെ അതിനെ കൊണ്ട് അബോട്ട് ചെയ്ത് കളഞ്ഞെ, അതിനെന്താണ്? ഇപ്പോഴത്തെ യങ് ജനറേഷൻ, ഞാൻ ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, അതിനെന്താണെന്നാണ് ചോദിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ പിശാചുണ്ടാകുന്ന ഒരു അവകാശവാദത്തെക്കുറിച്ച് അവൾ മറന്നു പോകും. എൻ്റെ പ്രിയജനമേ, നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളും വീണു പോകാം. നമുക്ക് വീണു പോയാൽ കുമ്പസാരമെന്ന പരിശുദ്ധ കൂദാശയുടെ കുമ്പസാരിച്ച് തിരിച്ചു വരാം. ഭയങ്കര വിടുതൽ നൽകുന്ന കൂദാശയാണ് കുമ്പസാരം. നിങ്ങൾക്കറിയാം, നമ്മൾ കുമ്പസാരങ്ങൾ നമുക്ക് 4 പാവേ ഉള്ളൂ. ഞാൻ നിങ്ങളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ച് നമ്മൾ സാധാരണഗതിയില്ല, ഞാൻ എൻ്റെ പള്ളിയിലൊക്കെ നിർബന്ധപൂർവ്വം പറയും, ഇങ്ങനെ കുമ്പസാരക സഹായി ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മക്കളിത് നോക്കി 10 കൽപ്പനകൾ 7 മൂലപാപങ്ങളും ഒന്ന് കടന്നു പോയിട്ട് വന്ന് കുമ്പസാരിക്കും. കരഞ്ഞുകൊണ്ട് കുമ്പസാരി. ഈ പ്രാവശ്യത്തെ എൻ്റെ ഇടവപ്പള്ളിയിൽ അനേകം മക്കൾ കരഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്ന എൻ്റെ അനുഭവമാണ്. അല്ലെങ്കിൽ പിശാച് നമ്മളെ പാപങ്ങൾ ഓർപ്പിക്കില്ല. നമ്മൾക്ക് വിടുതൽ കിട്ടുന്നത് പിശാച് ഇഷ്ടമല്ല. അവൻ്റെ സ്ട്രോങ് ഹോൾഡ് തകരാൻ അവൻ ഇഷ്ടപ്പെടില്ല. അവന് നമ്മളിങ്ങനെ പിടിച്ചു വെക്കാനാണ് ഇഷ്ടം. ഒന്ന് കയറി വന്ന് അവൻ പോകില്ല. അവൻ ഇത് കഷ്ടപ്പെട്ട് അവനെ ഇറക്കി വിടുന്ന ഭൂതോച്ചാടകരച്ഛന്മാർ ഞാൻ ഒരുപാട് കേൾക്കാറുള്ളതാണ്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ പോകണമെങ്കിൽ 5 പണിയാണ് പറഞ്ഞു വിടണമെങ്കിൽ. നമ്മൾ ഒരു തഴക്കദോഷത്തെ എടുത്ത് നോക്കിയേ, ഒരു കോപ സ്വഭാവം, എത്ര ആഗ്രഹത്തിലും പോകുന്നില്ല. പോകാൻ എന്തൊരു പാടാണ്. ഭക്ഷണത്തോടുള്ള ആസക്തി, ചിലരൊക്കെ എന്താ വെച്ചാൽ ഉപവസിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ലെന്നാണ് ചിലർ പറയുന്നത്. എങ്ങനെ പറ്റാൻ, അങ്ങനെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നോക്ക്, അങ്ങനെ ചില ബന്ധനങ്ങളുണ്ട് പ്രിയ ദൈവജനമേ. അപ്പോൾ കുമ്പസാരം എന്ന കൂദാശ നമുക്ക് വലിയ വിടുതലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ നമുക്ക് തിരിച്ചു നടക്കാൻ ഈ പെസഹ കാലത്തിൽ ഉദ്ധിതനാഥൻ്റെ ആ ആനന്ദത്തിൽ, ആ ആനന്ദ സന്തോഷത്തിൽ ആയിരിക്കാൻ, വ്യാപരിക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കുന്ന കൂദാശയുടെ പേരാണ് കുമ്പസാരം. മനോഹരവും വിശിഷ്ടവുമായ എന്തുമാത്രം സൗഖ്യമാണ് ഈ കൂദാശ തരുന്നത്. സാധിക്കുമ്പോൾ കൂദാശ സ്വീകരിക്കണം. ഇന്നലെ ഞാൻ കുമ്പസാരിച്ചായിരുന്നു. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. ഇന്നലെ കുമ്പസാരിച്ചായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അമൽദാസ ചെന്ന് കുമ്പസാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. മഹാപാപിയായതുകൊണ്ട്, അതേ മഹാപാപിയാണ് ഞാൻ. പൗലോസപ്പോസ്തലൻ പറഞ്ഞ, ഞാൻ പാപികളെ അഗ്രഗണ്യൻ, ഒന്നാമനെന്ന് അങ്ങേര് പറയുമ്പോൾ നമ്മൾ എവിടെയായിരിക്കും? പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്.
എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ പ്രിയതജനമേ, ഭയങ്കര ഗ്രേസും ഭയങ്കര കൃപയാണ് ഈ കുമ്പസാരത്തിന്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഒന്നുകൂടെ കുമ്പസാരിച്ചാൽ നല്ലത്. കാരണം അത് നമ്മളെ വിമലീകരിക്കും, വിശുദ്ധീകരിക്കും, നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഭയങ്കര ബലം തരും, നമ്മുടെ ബലഹീനതകളെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് തരും. അതൊക്കെയാണ് ഈ കുമ്പസാരത. അല്ലാതെ നമ്മളൊരു ആണ്ടുവട്ടത്തിൽ നടത്തുന്ന ഒരു ചടങ്ങായി 4 ആദ്യ കുർബാനക്ക് പറഞ്ഞ അതേ പാവങ്ങൾ പറഞ്ഞു നിൽക്കുന്ന ഒരു വാർഷിക ചടങ്ങായി നിന്റെ ഈ മനോഹരമായ കൂദാശ അധപ്പതിപ്പിക്കരുത്. ഇത് കർത്താവിൻ്റെ കൂടെ നടക്കാൻ കർത്താവ് സ്നേഹത്തോടെ നമുക്ക് തന്ന കൂദാശയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിനെ ഗൗരവമായിട്ട് എന്തൊരു കൃപയാണ് വരുന്നറിയാം. പ്രിയ ദൈവജനമേ, കുമ്പസാരത്തെക്കുറിച്ച് പറയാൻ തോന്നുകയാണ്. ഇത് ഈശോയെ സ്നേഹിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് കുമ്പസാരിച്ച് വിമലീകരിക്കപ്പെട്ട് അവനുമായിട്ട് രമ്യതപ്പെട്ട് നമുക്ക് ഈ പുതു പെസഹ കാലത്തിലായിരിക്കാം. നിങ്ങൾക്കറിയാമോ കുമ്പസാരം എന്ന കൂദാശ എത്ര മനോഹരമാണ്? അത് എങ്ങനെയാണ് ഗൗരവമായി തീരുന്നതെന്നറിയാമോ? ഞങ്ങൾ അച്ഛന്മാരായി വരുമ്പോൾ നിങ്ങൾക്കറിയാം, തിരുപ്പട്ട സ്വീകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. തിരുപ്പട്ട സ്വീകരണത്തിൽ അങ്ങനെ ഈ വൈദികനെ തിരുപ്പട്ട അഭിഷേക പ്രാർത്ഥന ചൊല്ലി തൈലമൊക്കെ പൂശി അങ്ങനെ തിരുപ്പട്ടം അഭിഷേക പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥന ചൊല്ലി കഴിയുമ്പോൾ ഇവൻ വൈദികനായിട്ട് അവരോധിതനായി. അപ്പോൾ ഇങ്ങനെ അതുവരെ ഡീക്കനായിരുന്ന ആ ബ്രദറിനെ വൈദികോചിതമായ രീതിയിൽ തിരുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് അപ്പോൾ തന്നെ അൾത്താരയിലേക്ക് പിതാവിൻ്റെ കൂടെ ദിവ്യബലി അർപ്പിക്കുകയാണ്. അപ്പോൾ ആ വൈദികൻ ഉച്ചരിക്കുന്ന കൂദാശ വചനം പറയുമ്പോൾ, കുർബാന മധ്യേ കൂദാശ വചനം പറയും, അപ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അപ്പവും വീഞ്ഞിനെയും കർത്താവിൻ്റെ തിരുശരീരരക്തങ്ങളായി പകർത്തും. അപ്പോൾ തന്നെ. എന്നാൽ ഈ വൈദികൻ ഈ പട്ടം സ്വീകരണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് നവവൈദികനത്ത് പറയണം, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛാ, പുതിയ അച്ഛനല്ലേ, ഒന്ന് കുമ്പസാരിക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, അയ്യോ കുമ്പസാരിപ്പിക്കാൻ പറ്റത്തില്ല, അനുവാദമില്ല എന്ന് പറയും. അതിനെക്കുറിച്ച് അറിയാമോ? ഈശോയെ വിളിച്ച് താഴേക്ക് ഇറങ്ങാൻ വലിയ കൃപ കർത്താവ് കൊടുത്ത് തൻ്റെ പുരോഹിതനാക്കി മാറ്റിയവനെ അപ്പോൾ കുമ്പസാരമെന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ അവന് അനുവാദമില്ലെന്ന് നിങ്ങൾക്കറിയാമോ? അറിയണം. അടുത്ത ദിവസം അവന് പ്രഥമ ദിവ്യബലി അർപ്പണത്തിൽ അച്ഛൻ ഒറ്റയ്ക്ക് ബലിയർപ്പിക്കുകയാണ്. ആദ്യം ഇടവപ്പള്ളിലാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ന് അച്ഛാ ഈശോ ശേഷയുടെ കയ്യൊക്കെ മുതൽ അച്ഛൻ ഒന്ന് കുമ്പസാരിപ്പിക്കാമോ? അച്ഛൻ ഓ ഇല്ല, കുമ്പസാരിപ്പിക്കത്തില്ല, അനുവാദം കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ കുറേ പേർക്കെങ്കിലും അതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അത് കഴിഞ്ഞ് നവവൈദിനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ തന്നെ അഭിമന്യ പിതാവ് വിളിച്ച് ഒന്നുകൂടെ ഈ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചിട്ട് കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം എഴുതി കൈ കൊടുക്കും. ഫാക്കൽറ്റി ഫോർ കൺഫെഷൻ. കുമ്പസാരിപ്പിക്കാനുള്ള അധികാരപത്രം ഒരു ചെറിയ കുഞ്ഞ പുസ്തകമാണ്. അതിൽ അനുവാദം കൊടുക്കും അഭിമന്യ പിതാവ്. എത്ര നാളത്തേക്കാണെന്ന് അറിയാമോ? 12 മാസത്തേക്ക്. നിങ്ങൾ വൈദികർ എല്ലാ വർഷവും ഈ കുമ്പസാരിപ്പിക്കാനുള്ള ഫാക്കൽറ്റി അധികാരപത്രം പുതുക്കണം. വാർഷിക ധ്യാന സമയത്ത് അഭിമന്യ പിതാവ് ഇത് പുതുക്കി തരും. അല്ലാതെ ജീവിതകാലം മുഴുവൻ കുമ്പസാരിപ്പിക്കാനുള്ള അനുവാദം തരത്തില്ല, ഓരോ വർഷവും. എന്താ അതിൻ്റെ അർത്ഥം? സഭാമാതാവ് ഇതിനെ എത്ര ഗൗരവമായിട്ട് ഈ കൂദാശയെ കാണുന്നു നോക്ക്. 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ഒരു കുമ്പസാര രഹസ്യം പോലും പുറത്തു പോയിട്ടില്ല. വൈദികർ സഭ വിട്ടു പോയിട്ടുണ്ട്, അല്ലേ? വൈദികാന്തം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. വൈദികർക്ക് മാനസിക വിഭ്രാന്തി വന്നവരുണ്ട്. ഒരു കുമ്പസാര പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ കുമ്പസാര രഹസ്യം പോയിട്ടില്ല, പറയാൻ സമ്മതിച്ചില്ല. പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് കളയും. അത് ഭയങ്കര പറയുന്നത്. ഒന്നാമതൊരു കാര്യം, നമ്മുടെ അത്തിങ്കപ്പള്ളി ഇപ്പോഴത്തെ റെക്ടറച്ഛൻ യേശുദാസ് കാട്ടിങ്ങത്തയിൽ അച്ഛനാണ്. ഞങ്ങൾ ബാച്ചുകാരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. അച്ഛൻ പ്രാത്തോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്താണ് അച്ഛനായിരുന്ന. തൻ്റെ കാനൻ ലോയിലെ സഭാ നിയമത്തിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ആ ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ അതിനടുത്തൊരു പള്ളിയിൽ ഒരു എക്സോർസിസ്റ്റ്, അതായത് എക്സോർസിസ്റ്റാൽ ഭൂതോച്ചാടനം നടത്തുന്ന വൈദികർ പറയുന്ന പേരാണ് എക്സോർസിസ്റ്റ്. വൈദികരും ലേ പീപ്പിളും ഒക്കെ നടത്താറുണ്ട്. അതിനും ഈ പറഞ്ഞ പോലെ പ്രത്യേക അധികാര പത്രം കിട്ടണം, പിതാവിൻ്റെ അനുവാദം വേണം. അപ്പോൾ അങ്ങനെ ആ എക്സോർസിസ്റ്റായ ഭൂതോച്ചാടന അച്ഛനടുത്ത് എൻ്റെ സുഹൃത്ത് വൈദികൻ ചോദിച്ചു, അച്ഛാ ഞാനിതൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. എന്താ ഈ ഭൂതോച്ചാടന പരിപാടി
അപ്പോഴും നമുക്ക് പിശാചിനെ ഇറങ്ങിപ്പോകുന്ന കണ്ട് നിൽക്കാനൊക്കെ രസമല്ലേ. അപ്പോൾ ആ എക്സോർസിസ്റ്റ് പ്രീസ്റ്റ്, ആ പൂതോച്ചാടൻ അച്ഛൻ പറഞ്ഞു, അച്ഛൻ വന്നോളൂ, പക്ഷെ വരുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് കുമ്പസാരിച്ചിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ പാപങ്ങൾ ആ പിശാച് പരസ്യമായിട്ട് വിളിച്ചു പറയും. പിശാചിനെ കാണാൻ പറ്റും നിന്റെ പാപങ്ങൾ. കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിശാചിനെ കാണാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതവിടെ ഇല്ല, പോയി. നിന്റെ പാപങ്ങൾ ഞാൻ സഞ്ചിയിലാക്കി ആഴിയുടെ അഗാധതയിലേക്ക് വലിച്ചെറിയും. മിക്കയുടെ 7:19, മിക്കാ പ്രവാചകൻ 7:19. ആഴിയുടെ അഗാധതയിലേക്ക് ആരും പോയി പൊക്കൊണ്ടിരുന്നത്. അതാണ് കുമ്പസാരം ചെയ്യുന്ന കാര്യം. കാർമേഘം പോലെ നിന്റെ തിന്മകളും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളും നിന്നിൽ നിന്ന് ഞാൻ വിഭാടനം ചെയ്യും. യെശയ്യാ 44:22. എൻ്റെ പ്രിയ ദൈവജനമേ, അതാണ് കുമ്പസാരം. നിന്നെ വിശുദ്ധനാക്കി വിടും. നീ കണ്ണുനീരോടെ അനുതാപത്തോടെ നീ ചെയ്ത പാപങ്ങൾ ഏറ്റുപഞ്ഞ് ഇറങ്ങുമ്പോൾ നീ വിശുദ്ധനാണ്. വിശുദ്ധൻ, നത്തിങ് ലെസ് ദാൻ ദാറ്റ്. അതിനേക്കാൾ ഒട്ടും കുറവല്ല, വിശുദ്ധൻ. അങ്ങനെയാണ് ഇറങ്ങി വരുന്നത് കുമ്പസാരക്കുട്ടി. ഭയങ്കര കൃപയോടെയാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഈ കുദാശയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക പോലും ചെയ്യില്ല നിന്നെ. നീ പാപപ്രിയമുള്ള പാപം നിന്നെ വേട്ടയാടും. പാപം നിന്നെ വേട്ടയാടും. സംഖ്യ 32:23. നിന്റെ പാപം നിന്നെ വേട്ടയാടും. എന്തിനാണ് പാപത്തിന് നിന്നെ വേട്ടയാടാൻ വിട്ടുകൊടുക്കുന്നത്? അതുകൊണ്ട് ഒരു പാപം ചെയ്താണെന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് അത് മാരകപാപമാണെന്ന് അപ്പോൾ കുമ്പസാരിച്ചേക്കണം. ഇപ്പൊ തന്നെ നീ ഒരു കള്ളം പറഞ്ഞു, കുമ്പസാരിച്ചേക്കണം. അത് മാരകപാപമാണ് കള്ളം പറയുന്നത്. 10 കൽപ്പനകൾ, ദൈവകൽപ്പനകളിൽ ഒന്നാണ്. മാതാപിതാക്കളോട് കയർത്തു സംസാരിച്ചു, കുമ്പസാരിച്ചേക്കണം. ലഘുപാപങ്ങൾ കുർബാന മധ്യേ, നീ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന ആ കുർബാന മധ്യേയുള്ള ആ പരസ്യ കുമ്പസാരത്തിൽ ലഘുപാപങ്ങൾ ക്ഷമിക്കപ്പെടും നിന്നോട്, മാരകപാപങ്ങളല്ല. അപ്പം മാരകപാപങ്ങൾ അനുതാപത്തോടെ കുമ്പസാരിച്ചതാണ്. അപ്പോൾ നമ്മൾ നോക്കി, ഈ പാപവും പേറി നീ നടക്കുകയാണ്, എങ്ങനെ നിന്റെ ജീവിതം ഗുണം പിടിക്കും? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഓർത്തോളൂ. പാപം വേട്ടയാടുന്നതാണ്. അവന് പാപം ചെയ്യുന്നവന്റെ മേൽ പിശാചിന് ഒരു അധികാരമുണ്ട്, അവകാശമുണ്ട്. ഈശോ പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, അല്ലേ? അപ്പൊ നമ്മളെ കർത്താവ് തന്റെ പാടുപീഠ സഹിച്ച് അധികാരം പിശാചിന് പിടിച്ചു വാങ്ങിയല്ലേ. കൊളോസ്യർ 2:15 പറയണം, അവൻ കുരിശിൽ അവയെ അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നെ യു ആർ മോർ ദാൻ എ കോൺകറർ, നീ ഒരു വിജയാളിയാണ്. റോമർ 8:32 പറയുകയാണ്, അവനിൽ നമ്മൾ വിജയശ്രീലാളിതരാണ്. ആ വിജയം ഇങ്ങോട്ട് തന്നിട്ട് ഈ അധികാരം പാമ്പിന്റെയും സർപ്പത്തിന്റെയും ഒക്കെ മുകളിൽ, തേളുകളുടെയും മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ലൂക്കായുടെ 10:19. ആർക്ക് തന്നു? നിനക്കും എനിക്കും. ഈശോ മരിച്ചിട്ട് ആ യോഗ്യത നിന്നിലുണ്ട്. നീ ഈശോ നാമത്തിൽ പറയാണ്, പിശാചേ അടങ്ങ്, ഔട്ട് ഇൻ ദി പവർഫുൾ നെയിം ഓഫ് ജീസസ്. ഈശോയുടെ നാമത്തിൽ അനുസരിക്കാതെ വയ്യ. ഈശോ നാമത്തിൽ പറഞ്ഞാലല്ലേ. സ്കേവയുടെ പുത്രന്മാര് അപ്പോസ്തലപ്രവർത്തനം 19 അവര് വിശ്വാസികളൊന്നുമില്ല. പൗലോസ് പറയുന്ന, യേശുവിന്റെ നാമത്തിൽ പിശാചേ നീ ഇറങ്ങിപ്പോ. പിശാച് ഇറങ്ങി വന്നു, കാരണം യേശു നാമം പറഞ്ഞു. ഇറങ്ങി വരും, വരാതിരിക്കാൻ വയ്യ. പക്ഷേ പിശാചുകൾ ഇറങ്ങിയോട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് പൗലോസിനെ അറിയാം, യേശുവിനെ അറിയാം, നിങ്ങളാരാണ്? ചാടി വീണ് ആക്രമിച്ചു, തുണിയില്ലാതെ അവർ ഓടിപ്പോയെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19 നമ്മൾ വായിക്കുന്നു. നോക്ക്, ഈ അധികാരം നിനക്ക് ദൈവം, ഈശോ തൻ്റെ തിരുമരണത്തിലൂടെ, അതാണ് ഇപ്പം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അധികാരം കിട്ടിയ മനുഷ്യരാണ്. നമുക്ക് തിന്മയുടെ മേൽ അവകാശമുണ്ട്. അതിന് പകരം പാപം ചെയ്ത് അവന്റെ അടിമയായിരുന്നിട്ട് നമ്മളെ കർത്താവ് നമുക്ക് ആരുടെ മേൽ അവകാശം കൽപ്പിച്ചു തന്നോ അവന്റെ അടിമയായിരിക്കുന്ന ഗതികേടാണ് നീ പാപത്തിൽ ജീവിക്കുമ്പോൾ. ആ അടിമച്ചങ്ങല പൊട്ടിക്കാനുള്ള വലിയ ഉദാശയാണ് കുമ്പസാരം. കൂടെ പോകണം പറയുന്നത്. എപ്പോഴൊക്കെ സാധിക്കുന്നു അപ്പോഴൊക്കെ കുമ്പസാരിച്ചേക്കണം. നിങ്ങൾ കണ്ടോ, ജീവിതം മാറും. ഒരു പാപത്തിന് നിന്റെ മേൽ, നിന്റെ കുടുംബത്തില് പ്രശ്നങ്ങളുണ്ടോ, നീ നോക്കിക്കോളൂ. പാപം വേട്ടയാടുന്നതാണ്. നിന്റെ പാപമാണ്. പാപം നിസാരക്കാരനല്ല. കർത്താവിനെ വികൃത രൂപിയാക്കിയത് പാപമാണ്. അവന്റെ കരങ്ങളിൽ ആണി അടിച്ചു കയറ്റിയത് പാപമാണ്. അവന്റെ തലയിൽ മുൾമുടി അടിച്ചു കയറ്റിയത് പാപമാണ്. അവനെ കുന്തം കൊണ്ട് കുത്തിയത് പാപമാണ്. അവനെ കാറി തുപ്പിയത് പാപമാണ്. ഇതെല്ലാം
പാപം ചെയ്ത ക്രൂരകൃത്യമാണ്. പാപം നിസാരക്കാരനല്ല. അവനെ ആ പാപം ഭാരം പേറി നീ നടക്കണ്ടെന്ന് ഈശോ, അവൻ വഹിച്ചത് നിന്റെ പാപങ്ങളായിരുന്നു, അവൻ വഹിച്ചത് നിന്റെ രോഗങ്ങളായിരുന്നു. യേശയ്യ 53:5 6 തിരുവചനങ്ങളില് അവന്റെ മുറിവിനാൽ നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു. നോക്ക്, അത് കർത്താവ് ചെയ്തതാണ്. നീ എന്തിനാണ് ഭാരം പേര് നടക്കുന്നത്? കർത്താവ് എടുത്ത്. അതുകൊണ്ട് വീണ് പോവുകയാണെങ്കിൽ നീ മനുഷ്യനാണ്, നിന്നെ പിശാച് വീഴ്ത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. നീ കരുതലോടെ ഇരുന്നില്ലെങ്കിൽ, അല്ല നീ അവനെ ചെറുത്തില്ല എങ്കിൽ ചിലന്നൊക്കെ ഓടണമെന്ന വ്യഭിചാര ദുർബോധന ഓട്ടി അകലണമെന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 6:18 പറയണം. ഓട്ടിക്കോണം. ഒരു ചിന്ത വന്നാൽ അതിൽ നിന്നെടുത്ത് ഓടിക്കോളണമെന്ന്, ഓടണമെന്ന്. വേറൊരു പാവത്തെക്കുറിച്ചും ഓടണമെന്ന് പറഞ്ഞാൽ ഈ പാവത്തെക്കുറിച്ച്, ജഡത്തിന്റെ തിന്മയെക്കുറിച്ച് നീ ഓടിക്കോണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വീഴ്ത്തിക്കളയും. കാരണം അവന് ഭയങ്കര എക്സ്പീരിയൻസ്. അവരൊരു പ്രിയമുള്ളൊരു ഈ പിശാചിന്റെ സാമ്രാജ്യം ഭയങ്കര ശക്തമാണ്. അവരിപ്പോൾ കേഡർപാർട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ അവർ പറഞ്ഞാൽ കേട്ടോണം അല്ലേ. ഇവിടെ നമ്മുടെ ചില പാർട്ടികളിൽ ഒരു സ്ഥാനാർത്ഥി തീരുമാനിച്ചാൽ ആരും ഒരു വാക്ക് മിണ്ടത്തില്ല, അത് തന്നെ സ്ഥാനാർത്ഥി. വേറെ ചില പാർട്ടികൾ പറഞ്ഞാൽ ഉടനെ വിമതനെ നിർത്തി, അവനെ നിർത്തി. ഈ കേഡർപാർട്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് പിശാചിന്റെ സാമ്രാജ്യം. ലൂസിഫറിനെ അവരനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ പണി കിട്ടും. പേടിയോടെയാണ്, അല്ലാതെ സ്നേഹത്തോടെ ചെയ്യുന്നില്ല. അനുസരിക്കും അവര്. അതുകൊണ്ട് അവർ പറയുന്ന, അവർ ഭയങ്കര സ്ട്രാറ്റജിക്കാണ്. കർത്താവ് പറയുന്നത് സാത്താന്റെ രാജ്യം, അന്തഛിദ്രമുള്ള രാജ്യം. മത്തായിയുടെ 12 പറയുന്നത് കണ്ടില്ലേ? സാത്താന് തന്നെ എതിരായിട്ട് പ്രവർത്തിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അവനൊരു രാജ്യം ഉണ്ട്. ഈശോ പറഞ്ഞതാ, പിശാചിന്റെ സാമ്രാജ്യം. അവൻ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ സ്ട്രാറ്റജിക് ആണ്. അവര് ആരെ എപ്പോ എങ്ങനെ 1 കോടി അനുഭവങ്ങളുമായിട്ട് നിൽക്കുന്ന പിശാച്, വീഴ്ത്തിയ അനുഭവമായിട്ട് നിൽക്കുന്ന പിശാച് 12 ലക്ഷം അനുഭവമുള്ള നിന്നെ വീഴ്ത്തും 13ാമത്തെ ലക്ഷത്തിൽ. നിനക്ക് അറിഞ്ഞുകൂടാതെ അവിടെ നീ വീഴും, നിന്നെ വീഴ്ത്തും. അപ്പൊ അവിടെയാണ് നമുക്ക് കർത്താവിന്റെ കരം പിടിച്ച് അവനേക്കാൾ കരുത്തിനാവില്ലേ എന്നെ ശക്തിപ്പെടുന്നതിന് മുഖാന്തരം. ഫിലിപ്പിയർ 4:13 ഞാൻ സർവ്വദിനം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കൂടെ നമ്മൾ എന്നെ ശക്തിപ്പെടുന്നതിന് മുഖാന്തരം അല്ലേ, കർത്താവിൽ നമ്മൾ അല്ലെ അവന്റെ കരം പിടിച്ച് അവന് വിജയം നൽകുന്ന വലതുകരം ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ ദൈവം. യേശയ്യ 41:10-13 അങ്ങനെ ഒരു ദൈവം എനിക്കുണ്ട്. അതാണ് എൻ്റെ ഈ തിന്മയുടെ മുകളിൽ എനിക്ക് അവകാശം കിട്ടുന്നത്, അധികാരം എൻ്റെ കർത്താവ് എനിക്ക് തന്നുകൊണ്ടാണ്. അപ്പൊ ഈശോയുടെ കൂടെ, അവന്റെ കൂടെ സമയം ചെലവഴിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് നിൽക്കുമ്പോൾ ഒരു അന്ധകാര, ഒരു ബാധയും നിന്റെ കൂടാരത്തെ, അല്ലെ നീ അത്യുന്നതങ്ങളിൽ വാസമുറപ്പിച്ചു, ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കാൻ. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്, എല്ലായ്പ്പോഴും അല്ല. ചുമ്മാ തോന്നുന്ന പോലെ നമ്മൾ ജീവിച്ചിട്ട് 91 സങ്കീർത്തനം ചൊല്ലി സംരക്ഷണം കിട്ടുമെന്നും ദൈവത്തോട് വിചാരിക്കല്ലേ. വെരി സോറി. എൻ്റെ പ്രിയ ദൈവജനമേ, നമുക്ക് നല്ല ഒരു ദൈവമുണ്ടെന്ന് അറിയുക. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് അറിയുക. അപ്പം നമുക്ക് ഈ പെസഹ കാലത്തിൽ നമുക്ക് ഈ വചനങ്ങൾ നമ്മളെ മനസ്സിലേക്ക് നമുക്ക് ധ്യാനിക്കാം, കൊണ്ടുവരാം. കർത്താവിൻ്റെ കൂടെ നീ എത്ര സമയമുണ്ട് ഒരു ദിവസം? നീ കർത്താവിനെ അനുസരിക്കുക. ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല. ഇപ്പം നിനക്ക് ഒരുപാട് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈശോ സ്നേഹിക്കുന്നില്ല എന്ന്. അത് സാരമില്ല, ഇനി സ്നേഹിച്ചാൽ മതി. ഇതുവരെ സ്നേഹത്തെ ഈശോ പുറത്തു, ഈശോ മറന്നു. അങ്ങനെയാണ്, മറവിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്നേഹിക്കാത്ത കാര്യമൊന്നും ഓർക്കത്തില്ല. ഇനി ഈശോയെ, നിന്നെ എനിക്ക് സ്നേഹിക്കണം ഈശോ, എനിക്ക് നിൻ്റെ കൂടെ ആയിരിക്കണം ഈശോ. എൻ്റെ പ്രിയ, ഇങ്ങനെ ചേർത്ത് പിടിക്കും ദൈവം നിന്നെ. എൻ്റെ കുഞ്ഞെ, യോഹന്നാൻ അങ്ങനെയായിരുന്നല്ലോ, ഓടിച്ചെന്ന് വർഷത്തിൽ ചാരിക്കിടന്നു. പിന്നെ യോഹന്നാൻ ജീവിതം മാറുകയാണ്. ആ സ്നേഹം മുഴുവൻ ആവഹിച്ചെടുത്ത ആ മനുഷ്യൻ പിന്നെ സ്നേഹം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. 100 വയസ്സുള്ള യോഹന്നാനെ താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കമ്മ്യൂണിറ്റി യോഹന്നാനെ ഞങ്ങളുടെ ഈശോയെക്കുറിച്ച് പറയുമെന്ന് പറയുമ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു പറയും യോഹന്നാൻ തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ. മറ്റൊന്നും പറയാൻ ഈശോ ആ സ്നേഹം അത്രയും അങ്ങോട്ട് കയറി ഉള്ളിലോട്ട്. എന്നാണ് നമ്മളങ്ങനെയാകുന്നത്. ഈശോയുടെ സ്നേഹത്താൽ ഞാനും നീയും എന്നാണ് അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത്. നമുക്കിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ആ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഒന്ന് കണ്ണടയ്ക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നുണ്ടെന്ന് കള്ളം പറയുകയായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് ഈ വചനത്തിൻ്റെ വെളിച്ചം. കർത്താവേ, ഇത് ഉത്ഥാന കാലഘട്ടമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആ സങ്കട കാലങ്ങളിൽ നിന്ന് അങ്ങേ സ്നേഹിക്കാൻ മറന്നുപോയ, സ്നേഹിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അങ്ങേ സ്നേഹിക്കുന്ന ഉത്ഥാന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം തരണമേ. നിൻ്റെ കൂടെ ആയിരിക്കാൻ നല്ല ദൈവമേ വലിയ കൃപ തരണമേ. ഈ ലോക സുഖമെനിക്കിനി
വേണ്ട ഈശോ നീ മാത്രം മതി എനിക്കുമെന്നും ഈശോ ഈ ലോകസുഖി ഈശോ നീ മാത്രം മതി എനിക്കുമെന്നും ഈശോ എന്റേതെല്ലാം നിന്റേതെല്ലാം എന്റേതെല്ലാം നിനക്കും നിന്റേതെല്ലാം എന്റെ ഈശോയേ എന്റെ ഈശോയേ എന്റെ ഈശോയേ ഈശോ